സങ്കീർത്തനം 40:2. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. പലപ്പോഴും നമ്മൾ ജീവിതയാത്രയിൽ നാശകരമായ കുഴികളിൽ വീഴാറുണ്ട്. ചിലപ്പോൾ അബദ്ധത്തിൽ വീണുപോകുന്നതാകാം, അല്ലെങ്കിൽ ചിലർ വീഴിക്കുന്നതാകാം. ചിലപ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ നമ്മെ തകർക്കുവാനായി ചെയ്യുന്നതാകാം. ഒരു സാധാരണയായി ജീവിക്കുന്ന വ്യക്തിയെ ആരും ഇങ്ങനെ ചെയ്യാറില്ല. നമ്മൾ മറ്റുള്ളവരെക്കാൾ പലതിലും ശ്രേഷ്ഠരായി തീരുമ്പോഴാണ് ഇങ്ങനെ നമ്മോട് ചെയ്യുന്നത്. നാശകരമായ കുഴി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നശിക്കുവാനിടയാകും. കുഴഞ്ഞ ചേറ് എന്ന് പറയുമ്പോൾ നാം അതിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലാതെ അതിൽ നിന്ന് പുറത്തു വരുവാൻ അത്ര എളുപ്പമല്ല. ആരെങ്കിലും നമ്മെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പുറത്തു വരുവാൻ സാധിക്കൂ. ഇവിടെ ദാവീദ് പറയുന്നത്, സർവശക്തനായ ദൈവം സങ്കീർത്തനക്കാരനെ ശത്രുവിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്നാണ്. ശത്രു എത്ര ഉഗ്രനായിരുന്നാലും ഒരു ദൈവ പൈതലിനെ ആ കുഴഞ്ഞ ചേറ്റിൽ തള്ളിയിടുവാനോ തകർത്ത് കളയുവാനോ സാധ്യമല്ല. അല്പസമയത്തൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം, ഉണ്ടാകില്ല എന്നല്ല. എന്നാൽ സർവശക്തനായ ദൈവം അത് കണ്ട് അടങ്ങിയിരിക്കുകയില്ല. നീതിയുള്ള വലം കരം നീട്ടി നമ്മെ പുറത്തു കൊണ്ടുവരും. നമ്മെ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിക്കും. വായിൽ പുത്തൻ പാട്ട് നൽകും. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിനെ തൻ്റെ സഹോദരന്മാർ പൊട്ടക്കുഴിയിൽ ഇട്ടുകളഞ്ഞ സംഭവം നാം വായിക്കുന്നു. എന്നാൽ പിന്നീട് ആ സഹോദരങ്ങളുടെ മുൻപിൽ ദൈവം യോസേഫിനെ ഒരു രാജ്യത്തെ രണ്ടാമനാക്കി ആ രാജ്യത്തിൻ്റെ സകല അധികാരവും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാക്കി മാറ്റി. യിരെമ്യാവ് 38:6 യിരെമ്യാവെ പിടിച്ച് കാവൽപുരമുറ്റത്തുണ്ടായിരുന്ന ചെളിയുള്ള ഒരു കുഴിയിൽ ഇറക്കിയതായി നാം വായിക്കുന്നു. ദൈവം പറഞ്ഞ അരുളപ്പാടുകൾ അപ്രകാരം തന്നെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ലഭിച്ച ശിക്ഷയായിരുന്നു അത്. എന്നാൽ ദ്രോഹം ചെയ്ത ജനം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. സങ്കീർത്തനം 18:16 അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു എന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു. എത്ര നാശകരമായ കുഴിയാണെങ്കിലും കുഴഞ്ഞ അവസ്ഥയാണെങ്കിലും ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. കുഴഞ്ഞ സാമ്പത്തിക സ്ഥിതിയാകാം, കുഴഞ്ഞ ആരോഗ്യമാകാം, കുഴഞ്ഞ കുടുംബജീവിതമാകാം, കുഴഞ്ഞ ആത്മീയ ജീവിതമാകാം, എന്തുമായിക്കൊള്ളട്ടെ, ആ കുഴച്ചിലിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് പുത്തൻ പാട്ട് നമ്മുടെ വായിൽ തന്ന് നമ്മെ ശത്രുവിൻ്റെ മുൻപിൽ ജയം നൽകി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. നാം പുറത്തു വരും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.